ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ക്രിസ്മസ് റീത്താണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് ഗ്രീൻ കളറിലുള്ളൊരു പേപ്പർ എടുക്കുക. അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഈക്വൽ ഹാഫായിട്ട് മടക്കി കൊടുക്കാം. അതിനുശേഷം രണ്ട് സൈഡിലേക്കും അതിൻ്റെയും ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കാം. വീണ്ടും രണ്ട് സൈഡിലേക്കും അതിൻ്റെയും പകുതിയായിട്ട് മടക്കിയെടുക്കാം. ഇനി മടക്കിയ പേപ്പർ ഒന്ന് നിവർത്തിയെടുക്കാം. ഈ ഒരു രീതിയിലായിരിക്കും നമുക്കിപ്പോൾ കിട്ടുക. ഇപ്പോൾ ഈ പേപ്പറിൽ ഓരോ ലൈന് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി അതിൽ ഓരോ ലൈനിൻ്റെയും ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കാം. അതായത് ഒരു പ്രാവശ്യം ഒരു സൈഡിലേക്ക് മടക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം മടക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് മടക്കുക. അങ്ങനെ പേപ്പർ ഫുള്ളായിട്ട് മടക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ നമുക്ക് ഇതേപോലത്തെ ഒരു പീസ് കൂടി ആവശ്യമുണ്ട്. ഇനി മടക്കിയ പേപ്പർ ഒന്ന് നിവർത്തി കൊടുക്കാം. അതിനുശേഷം രണ്ട് പേപ്പറുകളുടെയും സൈഡുകൾ ഗം ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി പോയിൻ്റായിട്ട് നിൽക്കുന്ന ആ ഒരു പോർഷൻ താഴേക്കായിട്ട് വെക്കാം. അതിനുശേഷം അത് സെൻറ്ററിൽ നിന്ന് താഴേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇനി സെൻറ്റർ പോർഷൻ ഗം ഉപയോഗിച്ച് ചേർത്ത് ഒട്ടിച്ചെടുക്കാം. ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ വൈറ്റ് തെർമോക്കോൾ ബോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ബാക്കി 6 ഫ്ലവേഴ്സ് കൂടി ചെയ്തെടുക്കാം. ഇനി ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്ത് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഗ്രീൻ കളർ പേപ്പർ വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഓരോ ഫ്ലവേഴ്സും അതിന് മുകളിലായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതൊരു ക്രിസ്മസ് വൈബിലേക്കും അതോടൊപ്പം തന്നെ ഒന്ന് ക്യൂട്ടാക്കി എടുക്കുന്നതിനും വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബോ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.